ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സരസ്വതി അമ്മ ഒരു ഇട്ടിവെട്ട് ബാധ്യതയാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സരസ്വതി അമ്മയുടെ കാര്യം. ഒരിക്കലും ആ വ്യക്തി നന്നാവില്ലെന്ന് വീണ്ടും സരസ്വതി അമ്മ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സരസ്വതി അമ്മയുടെ പ്രവർത്തികളെല്ലാം സുമിത്രയ്ക്ക് മനസ്സിലായി തുടങ്ങി. സുമിത്ര അന്നേരം സരസ്വതി അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ മോളും ചേർന്നൊരു വീട് തന്നെ എടുത്തത്. ഇവിടെ അമ്മയും മര്യാദയ്ക്ക് ജീവിക്കണം. ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനവും പടിക്ക് പുറത്താണ്. പുറത്തേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ഇങ്ങനെ മുഖമൊക്കെ വല്ലാണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. എന്തായാലും സുമിത്ര ഇപ്പോൾ പഴയ സുമിത്രയല്ലെന്നും സുമിത്രയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നും സരസ്വതി അമ്മയ്ക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരും അറിയാതെയുള്ള പണികളെ സരസ്വതി അമ്മ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് സുമിത്രയ്ക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലൊന്നും സരസ്വതി അമ്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസത്തിലെ വാലന്റൈൻസ് ഡേ അടുത്ത് വരുന്നതും പങ്കജ് കിട്ടിയ അവസരം പൂജയെ ഒന്ന് സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ ആ ഒരു അവസരം മുതലെടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൂജയ്ക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് പങ്കജ് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ ഒന്നും പറയാതെ ഇറങ്ങാൻ വേണ്ടി മകൻ ഒരുങ്ങിയപ്പോഴേക്കും അച്ഛൻ പണി കൊടുത്തു. അച്ഛൻ മകൻ്റെ കൂടെ വരുവാണ്. അപ്പോൾ നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം പോവാ. അത്യാവശ്യമായിട്ട് എവിടം വരെ പോകുന്നു? എന്താ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? അപ്പം ഇപ്പം അച്ഛനോട് പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാ അച്ഛനോട് പറഞ്ഞാലേ അച്ഛനല്ലേ ആള് എല്ലാം കുളവാക്കും. അതുകൊണ്ട് ഞാൻ അച്ഛനോടൊന്നും പറയാലെന്ന് പറയുമ്പോൾ ഞാനെന്താടാ കുളവാക്കുന്നത്? നീ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയാൽ മതി. അതും പറഞ്ഞ് മകൻ്റെ പുറകെ പിന്നാലെ പോകുവാണ്. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞു പങ്കജ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ടേക്ക് പോണു. ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു. നീ എങ്ങോട്ടാടാ പോണേന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. മകൻ അന്നേരം പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ വെച്ച് പിടിക്കുന്നത് നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ സുമിത്രയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് എന്ന് വൈകാതെ നമ്മുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അച്ഛൻ അറിയണ്ട ഏതെന്ന് പറഞ്ഞ് ഇങ്ങനെ മകൻ അച്ഛനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പേടിപ്പിക്കുന്നത് കണ്ട് അതിൻ്റെ ഇരട്ടിയ മകനും അച്ഛനെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ശബ്ദം കേട്ട് സുമിത്രയും പൂജയും കൂടി ഇറങ്ങി വന്ന് പിന്നാലെ സരസ്വതി അമ്മയും കൂടി വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പൂജയെ കണ്ടപ്പോഴേക്കും ഹായ് എന്നും പറഞ്ഞ് കൈ പൊക്കി കാണിച്ചു. അപ്പോഴേക്കും ഇയാള് അരവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കും. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു പതുക്കെ മകനോട് ചോദിക്കുന്നുണ്ട്. മകൻ മിണ്ടാതിരിക്കുന്ന പതുക്കെ പറയണമുണ്ട്. അപ്പോൾ കൈപൊക്കി കാണിച്ചപ്പോഴേക്കും പൂജ കൈപൊക്കി കാണിക്കുന്നതിന് പകരം സരസ്വതി അമ്മ കൈപൊക്കി കാണിച്ചു ഹായ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പൂജയെ കാണാനായിട്ട് വന്നതാ, പൂജ ഒന്നിങ്ങ് വരാവോ എന്ന് ചോദിച്ചു. എന്തിനാ മോനെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വന്നോടെ എന്ന് ചോദിച്ച് സരസ്വതി അമ്മ വലിയ അവകാശാധികാരമൊക്കെ കാണിക്കുക. അപ്പോഴേക്കും സുമിത്ര സരസ്വതിയെ ഒന്നിങ്ങനെ നോക്കിയപ്പോഴേക്കും സരസ്വതി ഇങ്ങനെ ഒന്ന് പതുക്കെ പമ്മി കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നവരല്ലേ, അപ്പം പിന്നെ നമ്മൾ എങ്ങനെയാ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒരു നല്ലൊരു അമ്മയായിട്ട് ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര പറഞ്ഞു, അമ്മ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ടെന്ന്. പിന്നെ സുമിത്ര അവിടെ നിൽക്കെ നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നപ്പം എന്താ പങ്കജേട്ടാ വന്നത്, എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ സമ്മാനോ? എന്ത് സമ്മാനം? എനിക്കങ്ങനെ സമ്മാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെയല്ല, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നേ, അപ്പം ഞാൻ ചെറിയൊരു സമ്മാനം തരാമെന്ന് വെച്ചെന്ന് പറഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. അപ്പോൾ പൂജ പറഞ്ഞു, എനിക്ക് സമ്മാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിനുള്ള ശമ്പളമല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് കൈപ്പറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യവും സംഭവമെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവർ വെറും കൈയോടെ നമ്മുടെ പൂജ മോള് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നന്നായെന്നും പറഞ്ഞു. നീ എന്തു മണ്ടത്തരോ മോളെ ഈ കാണിച്ചതെന്ന് ചോദിക്കുക സരസ്വതി അമ്മ. ഞാൻ അമ്മയോട് പറഞ്ഞു ഭാരിച്ച കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന്, കേട്ടല്ലോ എന്ന് പറഞ്ഞു സുമിത്ര അന്നേരം സരസ്വതിയെ ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവളൊന്നും എന്തോരല്ലോ നന്നാവില്ലെന്നും പറഞ്ഞു സരസ്വതി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയും പൂജയും തമ്മിൽ നിന്ന് സംസാരിക്കുവാണ് ഇവരെ പറ്റി. എന്ത് ചതി കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം എന്നുള്ളത്. അയാളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാമേ, പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പൂജ എന്നിട്ട് സുമിത്രയോട് പറയുകയും ചെയ്തേ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മോനും കൂടി നേരെ പോവല്ലേ വീട്ടിലേക്ക്. പോണ വഴിക്ക് അച്ഛനാണെങ്കിൽ മോനെ കുറേ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോണത്. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത്
മകൻ അച്ഛനോട് പറയുന്നുണ്ട്, ഇനി ഇതെങ്ങാനും ചെന്ന് അമ്മയോട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അച്ഛനെ ഞാൻ ശരിയാക്കും, അച്ഛൻ ചെയ്ത് അത് പറഞ്ഞു കൊടുക്കും, അച്ഛൻ ചെയ്തത് ഇത് പറഞ്ഞു കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വായടച്ചിരുന്നു. പക്ഷെ അച്ഛൻ ആരാ പൊന്നുമോൻ, വീട്ടിൽ ചെന്ന് കയറിയില്ല. അമ്മ അവിടെ ഉണ്ടായിരുന്നു. രഞ്ജിത ചോദിച്ചു ഇവരോട് എവിടെ പോയതായിരുന്നു എന്ന്. അപ്പോഴേക്കും മകൻ കിടന്ന് ഉരുണ്ട് കളിക്കുക. വേഗം ഈ അച്ഛൻ്റെ മുഖത്തെ കള്ള ലക്ഷണം വാർത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് അമ്മ അത് കയ്യോടെ പിടികൂടി. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന വഴിക്ക് പോയതാണെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ദേഷ്യം വന്നു രഞ്ജിതയ്ക്ക്. രഞ്ജിത ഭയങ്കര കലിപ്പിലായി. എന്നിട്ട് മോനെ കുറെ വഴക്കും പറഞ്ഞു. അപ്പം മകന്റെ മുന്നിലാണെങ്കിലും മകൻ രണ്ടും ഒച്ച എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത ഇച്ചിരി ഒതുങ്ങും. അങ്ങനെ രഞ്ജിതയോട് മകൻ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രഞ്ജിത ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പക ഉള്ളിൽ കിടക്കുകയല്ലേ. അപ്പൊ സുമിത്ര സ്കൂളിൽ ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് സുമിത്രയെ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് ആശാത്തിയുടെ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് സ്കൂളിലേക്ക് പോകുക രഞ്ജിത. തൊഴുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും സുമിത്രയെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് രഞ്ജിതയുടെ ഓരോരോ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെ രഞ്ജിത അവിടുത്തെ പ്രിൻസിപ്പാളെ വിളിച്ചിട്ട് സുമിത്രയെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ സമയത്ത് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നമ്മുടെ സുമിത്രയെ ഇരുത്തി സംസാരിക്കുക. അപ്പോഴേക്ക് രഞ്ജിത അങ്ങോട്ടേക്ക് വന്നു. രഞ്ജിത അങ്ങ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കല്ലേ. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറഞ്ഞതിൻ്റെ എല്ലാം ധ്വനി എന്തായിരുന്നു എന്ന് രഞ്ജിതയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായത്. അപ്പോഴേക്കും കയറി വന്നിട്ട് സുമിത്രയെ ഒരുമാതിരി മോശക്കാരിയാക്കി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത വെറും ഒരു ചീപ്പ് കേസ് എന്നുള്ള രീതിയിലൊക്കെ സുമിത്രയ്ക്ക് ഒരു സ്ഥാനമാനങ്ങൾ അതൊന്നും കൊടുക്കാതെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സുമിത്രയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള ഭീഷണിയിൽ ആ ഒരു നിലയിൽ നിന്ന് ഈ രഞ്ജിത സംസാരിക്കുമ്പോഴേക്കും കുറേയൊക്കെ സുമിത്ര കേട്ട് നിന്നു. അത് കഴിയുമ്പോൾ സുമിത്ര അങ്ങോട്ട് തിരിച്ചടിച്ചു. അത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ദേ മാന്യതയായും മര്യാദയുമായുമാണ് ഞാൻ ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇല്ലാത്ത പേരിൽ എൻ്റെ പേരിൽ കുറ്റം ചുമത്തി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് രഞ്ജിതയുടെ ശ്രമമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. പിന്നെ രഞ്ജിത എല്ലായിടത്തും കളിക്കുന്ന കളി എൻ്റെ അടുത്ത് കളിക്കാൻ വരരുതെന്നും പറഞ്ഞു. അങ്ങനെ സുമിത്ര ആണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മല പോലെ വന്ന നമ്മുടെ രഞ്ജിത എലി പോലെ ഒതുങ്ങി മാറി നിന്നു. കാരണം സുമിത്രയുടെ വാക്ക് ചാതുര്യങ്ങൾക്കും മുന്നിൽ, അല്ലെങ്കിൽ ആ വാക്കുകളുടെ പവർ നിറഞ്ഞ വാക്കുകളുടെ മുന്നിൽ ഒന്നുമല്ല. രഞ്ജിതയ്ക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല. രഞ്ജിത കുറെ ഇങ്ങനെ വളവളാന്നിട്ട് വായിട്ടടിക്കും, പക്ഷെ തീരുമാനമില്ല. സുമിത്രയുടെ ഒരു വാക്കേ ഉള്ളെങ്കിലും ആ ഒരു വാക്കിന് തീരുമാനം ഉണ്ടല്ലോ. അങ്ങനെ അത് കേട്ട് രഞ്ജിത പതുക്കെ പിന്നോട്ട് മാറി. അങ്ങനെ സുമിത്രയ്ക്ക് അന്നത്തെ ദിവസം ശമ്പളവും കൊടുത്തു കേട്ടോ. അപ്പൊ സുമിത്രയ്ക്ക് ശമ്പളം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് സന്തോഷമായി. അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് സുമിത്രയ്ക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതാണല്ലോ. എന്തായാലും സുമിത്ര ഈ സാലറി വാങ്ങിച്ചോണ്ട് അപ്പൊ മേടിക്കുന്ന സാലറിക്ക് മാന്യമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് സുമിത്ര രഞ്ജിതയോട് പറയുകയും ചെയ്തു. അപ്പൊ ചുമ്മാ ശമ്പളം മേടിക്കുകയാണെന്നൊക്കെയാണ് രഞ്ജിത ആരോപിച്ചത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ആ ശമ്പളം മേടിച്ചുകൊണ്ട് വന്നു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, അലമാരിയിൽ വെച്ചു കേട്ടോ. അങ്ങനെ സുമിത്ര ഇതൊക്കെ കാണിക്കുന്നു. അപ്പൊ ഈ സുമിത്രയും മകളും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ടുണ്ടല്ലോ ഈ സരസ്വതിയമ്മ ഇങ്ങനെ തപ്പി നടക്കുക. അപ്പൊ ഈ സരസ്വതിയമ്മ കണ്ടു സുമിത്ര കൊണ്ടുവന്ന് അലമാരിയിൽ പൈസ വെക്കുന്നത്. അപ്പൊ അലമാരിയിൽ സുമിത്ര പൈസ വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് 4 പാടും നോക്കിയിട്ട് ആ പൈസ അവിടുന്ന് അടിച്ചു മാറ്റുക. അതായത് സുമിത്ര പണി ചെയ്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്ന പൈസ സരസ്വതിയമ്മ അടിച്ചു മാറ്റുന്നു. ആ വീട്ടിൽ നിന്നുകൊണ്ട് സരസ്വതിയമ്മ ആ പണി കാണിക്കുമ്പോൾ സുമിത്രയ്ക്കൊക്കെ എത്രത്തോളം ഇതാകുന്നൊന്നും ചിന്തിക്കുന്നില്ല. സരസ്വതിയമ്മ ആ പൈസ അടിച്ചു മാറ്റി. എന്നിട്ട് അത് കൊണ്ടുവന്ന് തൻ്റെ ബാഗിൽ ഭദ്രമായിട്ട് വെച്ചു. ഇതൊന്നും സുമിത്രയൊന്നും അറിയുന്നില്ല. കാരണം സുമിത്ര അങ്ങനെ ചിന്തിക്കുന്നില്ല. സരസ്വതി പൈസയൊക്കെ അടിച്ചു മാറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. എന്തായാലും സരസ്വതിയും ആ കാശും അടിച്ചു മാറ്റി സ്വന്തം പേഴ്സ് ഭദ്രമാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ സരസ്വതിയമ്മ ഇങ്ങനെ അതിൽ നടക്കുന്നു. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുമിത്ര ഇത് കയ്യിലുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സുമിത്രയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സരസ്വതിയമ്മ വഴക്കെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. സരസ്വതിയമ്മയ്ക്ക് ഭയങ്കര ഉറക്കമാണ്, ഏത് നേരം ഉറക്കമാണ്, ഒരു പണിക്കും പറ്റത്തില്ല. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഒരു പണിക്ക് ഇരട്ടിപ്പണിയായിട്ട് സരസ്വതിയമ്മ ഇങ്ങനെ സുമിത്രയ്ക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഒരു പണിയും ചെയ്യുന്നില്ല. രാവിലെ സുമിത്രയ്ക്കും ജോലിക്ക് പോകണം, അതുപോലെ തന്നെ പൂജയ്ക്കും ജോലിക്ക് പോകണം. ആ കാര്യം നമ്മുടെ സുമിത്ര അങ്ങനെ അങ്ങ് പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഇവിടെ ചുമ്മാതെ ഇരിക്കാൻ പറ്റത്തില്ല, അമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. കാരണം രാവിലെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റത്തില്ലെന്ന്. അപ്പോഴേക്കും അമ്മ ഇപ്പൊ എന്താ മോളെ ചെയ്യണ്ടേ എന്ന് സരസ്വതി ചോദിച്ചു കഴിഞ്ഞപ്പോ ദേ കഴിക്കാനുള്ളതെല്ലാം അവിടെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അതെടുത്ത് ഇവിടെ ഒന്ന് കൊണ്ട് വെച്ചാൽ മതി, അതമ്മയ്ക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ആടി തൂങ്ങി പോയി അടുക്കളയിൽ പോയി ആ സാധനം എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുകയും ചെയ്തേ.
ഓരോ ദിവസം ചെല്ലുന്തോറും സരസ്വതി അമ്മയുടെ സ്വഭാവം ഓരോ തരത്തിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുക, വയലന്റ് ആയി വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ സരസ്വതി അമ്മ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സമാധാനമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചുകൊണ്ടിരുന്ന സുമിത്രയുടെയും അതുപോലെ പൂജയുടെയും ജീവിതം ഭയങ്കരമായി പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സരസ്വതി അമ്മ. അപ്പോൾ സുമിത്ര എന്നിട്ട് ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും സരസ്വതി അഡ്ജസ്റ്റബിൾ ആകുന്നേ ഇല്ല. ലാസ്റ്റ് സുമിത്രയ്ക്ക് സരസ്വതി അടിച്ചിറക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. പക്ഷേ സുമിത്രയുടെ പൈസ മുഴുവൻ എടുത്ത് ഈ സരസ്വതി അമ്മ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് സുമിത്ര എന്ന് തപ്പി നോക്കുമ്പോൾ അറിയില്ലല്ലോ. ആ പൈസ കിട്ടാതെ വരുമ്പം സരസ്വതി അമ്മയെ തന്നെ സുമിത്ര പിടിക്കും, അതിന് യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ സരസ്വതി അമ്മയുടെ ജീവിതം എത്ര നാളത്തേക്കാണ് സുമിത്രയുടെ വീട്ടിലുള്ളതെന്നും തിരിച്ച് അങ്ങോട്ടേക്ക്, അതായത് അവരുടെ വൃദ്ധസദനത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ ഇനി അടുത്ത ആഴ്ചയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.